ബൈബിൾ കരുണയുടെ പുസ്തകമാണ്. അതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമൊക്കെ കരുണ നിറഞ്ഞ് കവിയുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ഇതേ ബൈബിളിൽ തന്നെ അങ്ങേയറ്റം ക്രൂരമായ ചില ചോദ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്തോടും മനുഷ്യരോടുള്ള ക്രൂരത നിറഞ്ഞ് കവിയുന്ന ചില ചോദ്യങ്ങളുണ്ട്. അത്തരത്തിലുള്ള 3 ചോദ്യങ്ങൾ, ഏറ്റവും ക്രൂരമായിട്ടുള്ള ചോദ്യങ്ങളായിട്ട് എനിക്ക് തോന്നിച്ച 3 ചോദ്യങ്ങൾ അത് നമ്മുടെ ധ്യാനത്തിനായിട്ട് എടുക്കാം. ഒന്നാമത്തെ ചോദ്യം ചിരപുരാതനമായ ചോദ്യമാണ്. ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ? കായൻ്റെ ചോദ്യമാണ്. കൊന്നിട്ട് വന്നവനാണ് ഈ പറയുന്നത്. സ്വന്തം സഹോദരനെ കൊന്നു. എന്തുകൊണ്ട്? അസൂയ കൊണ്ട്. അകത്ത് ഇരുട്ട് വന്ന് നിറഞ്ഞൊരു സമയത്ത് ഇരുളുപോലെ നടന്ന് അവൻ സ്വന്തം സഹോദരനെ കൊന്നുകളഞ്ഞു, വെട്ടം കെടുത്തി കളഞ്ഞു. എന്നിട്ട് ദൈവം ചോദിച്ചു. ദൈവത്തിൻ്റെ കരുണയുടെ ചോദ്യമാണ്, ഒരു മാതൃഹൃദയത്തിൻ്റെ ചോദ്യമാണ്. എടാ, നിൻ്റെ സഹോദരൻ എവിടെ? ഉത്തരം, ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ? ഏറ്റവും ക്രൂരമായ, ഏറ്റവും സെൽഫിഷായിട്ടുള്ള ഒരു ചോദ്യമാണത്. ആ ചോദ്യം ഇന്നും മുഴങ്ങുന്നുണ്ട്. ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവലാളാണോ? ഒരാൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, കാവലാളാകണ്ട, കശാപ്പുകാരനാകാതിരുന്നാലും മതി. ഇത് നമ്മുടെ ഇടയിൽ ഇതൊരു വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലെ എല്ലാവരുടെ കാവലാളാണ് നിങ്ങൾ. കാരണം നിങ്ങൾക്കതിനുള്ള നിയോഗമുണ്ട്. നിങ്ങൾ ഏത് നാട്ടിലാണോ ആ നാട്ടിൽ മറ്റൊരാളുടെ കാവലാളാണ് നിങ്ങൾ എന്നൊരു ബോധ്യത്തിലേക്ക് നിങ്ങൾ വളരുമ്പോഴാണ് നിങ്ങൾ നല്ല സിറ്റിസനായിട്ട് മാറുക. നിങ്ങൾ എവിടെയൊക്കെ പോകുന്നുണ്ടോ അവിടെയൊക്കെ കാവലിരിക്കാനുള്ളൊരു ദൗത്യം നിങ്ങൾക്കുണ്ട്. അതല്ലെങ്കിൽ നിങ്ങളൊരു ഒറ്റപ്പെട്ട തുരുത്താണ്. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. കവിത കുഞ്ഞുണ്ണി മാഷ് എഴുതിയതുപോലെ നിങ്ങളിൽ തുടങ്ങി, നിങ്ങളിൽ കുടുങ്ങി, നിങ്ങളിൽ ഒടുങ്ങുന്ന ഒരു ജന്മം, അതല്ല നിങ്ങളുടെ ജന്മമായി മാറേണ്ടത്. കാവലാൾ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും. ആ ഒരു ബോധ്യമാണ് സത്യത്തിൽ നമ്മിൽ ശക്തമായിട്ട് വരേണ്ടത്. ആ ബോധ്യം ഇല്ലാത്തതാണ് ഇന്നത്തെയും എന്നത്തെയും ഏറ്റവും വലിയ പ്രശ്നം. ഈ കാവലിരിക്കാൻ പറ്റാത്ത, പിന്നെ ഹിറ്റ്ലർ ഇത്രയും ആളുകളെ കൊന്നൊടുക്കിയപ്പോൾ എന്തുകൊണ്ട് ആ നിസ്സഹായരായ ഇരകൾക്കൊപ്പം ലോകം മുഴുവൻ നിന്നില്ല എന്നൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ 60-70 ലക്ഷം ആളുകളെ കൊന്നതിനെക്കുറിച്ചൊക്കെ ആളുകൾ കരയുന്നുണ്ട്. അന്ന് ഇങ്ങനെ ഒരു മനുഷ്യൻ ഒത്തിരി പേരെ കൊന്നെടുപ്പോൾ ഗുഡ് സമാരിറ്റനായിട്ട് ലോകത്തിൽ എത്ര പേരുണ്ടായിരുന്നു? ഓക്കെ, അവിടെ ഗുഡ് സമാരിറ്റൻസ് ഇഷ്ടം പോലെ പേരുണ്ടായിരുന്നു. പക്ഷേ ഭൂരിഭാഗം പേര് ഇൻഡിഫറൻ്റ് ആയിരുന്നു. ഈ ഇൻഡിഫറൻസ് പോലെ ഒരു തണുത്ത മരവിച്ച പാപം വേറെയില്ല. ഏറ്റവും വലിയ പാപമാണ് ഇൻഡിഫറൻസ്. ആർക്കെന്ത് സംഭവിച്ചാൽ എനിക്കെന്താണ്, എനിക്കൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്ന മട്ടിലാണ്. ഒരു രാജ്യത്ത് വലിയ വറുതിക്കാലമാണ്. ആളിലൊക്കെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജാവ് മലമുകളിലെ കൊട്ടാരത്തിൽ സുഖത്തോടുകൂടി കഴിഞ്ഞു വിടുകയാണ്. അയാൾക്കൊന്നും പ്രശ്നമില്ല. ആളുകൾ ചെന്ന് പറഞ്ഞു, ആളുകൾ മരിക്കുകയാണ്. രാജാവ് പറഞ്ഞു, അതെൻ്റെ കാര്യമല്ല. ആളുകൾക്ക് ഭക്ഷണമൊന്നുമില്ല, അതെൻ്റെ കാര്യമല്ല. രാജാവെ, ഓരോരുത്തരായിട്ട് അങ്ങയുടെ പ്രജകൾ ഇല്ലാതാവുകയാണ്, അതെൻ്റെ കാര്യമല്ല. ഒരു സന്യാസി ഈ രാജാവിനെ ഒരു യാത്രക്ക് ക്ഷണിച്ചു. അത് അയാൾക്ക് ഇഷ്ടമാണ്. മീൻ പിടിക്കാൻ പോകാമെന്ന് പറയുന്നത്. ആ വഞ്ചിയിൽ കയറി 2 പേരും കൂടി പോവുകയാണ്. ഇടയ്ക്ക് വെച്ച് ഈ സന്യാസി വഞ്ചിയുടെ അയാളിരിക്കുന്ന ഭാഗം മുറിക്കാൻ തുടങ്ങി. അപ്പോൾ രാജാവ് പറഞ്ഞു, എടാ വിഡ്ഢി, എന്തീ കാണിക്കുന്നത്? നീ എന്താണ് കാണിക്കുക? അപ്പോൾ ഇയാൾ പറഞ്ഞു, ഈ രാജ്യത്ത് ജീവിച്ചിട്ട് ഒരു കാര്യമില്ല. ആളുകൾ മരിക്കുന്ന പോലെ ഞാനും അടുത്ത ദിവസം മരിക്കും, അതിനും ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമമാണ്. അപ്പോൾ രാജാവ് പറഞ്ഞു, എടാ മണ്ട, നീ ആ വഞ്ചിയുടെ നീ ഇരിക്കുന്ന ഭാഗം മുറിച്ച് കഴിയുമ്പോൾ ഞാനും അപകടത്തിലാവില്ലേ? അപ്പോൾ ഇയാൾ കൂളായിട്ട് പറഞ്ഞു, അതെൻ്റെ കാര്യമല്ല, അതങ്ങയുടെ കാര്യമാണ്. ഈ എൻ്റെ കാര്യമല്ല എന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തി അവസാനം ഒറ്റക്കാവുമ്പോൾ അയാളെ സഹായിക്കാനും ആരും ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് കാവലാളാണ് നമ്മളെല്ലാവരും എന്ന ഒരു ചിന്ത നമ്മിൽ വരേണ്ടത് അത്യാവശ്യമാണ്. ഈ കർത്താവ് ഗുഡ് സമാരിറ്റൻ്റെ കഥ പറയുന്നുണ്ടല്ലോ. ഈ വില്യം ബാർക്ലേ വളരെ രസകരമായിട്ട് അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. വില്യം ബാർക്ലേ പറയുന്നത്, ഈ ജെറിക്കോ വീഥി ബ്ലഡി റോഡ് എന്നാണ് അക്കാലത്ത് അറിയപ്പെട്ടിരുന്നത്. കാരണം എപ്പോഴും അവിടെ കൊലപാതകവും മറ്റും സംഭവിക്കാറുണ്ട്. കവർച്ചക്കാരൊക്കെ പെട്ടെന്ന് ആക്രമണം നടത്താറുണ്ട്. പക്ഷെ അദ്ദേഹം പറയുന്നു, അത് ബ്ലഡി റോഡ് മാത്രമായിരുന്നു. കാരണം ഈ ജെറിക്കോ വീതിയിൽ ജെറുസലേം വരെയുള്ള വഴിയോരങ്ങളിലൊക്കെ പള്ളിക്കാർ താമസിച്ചിരുന്നു, പുരോഹിതരും മറ്റും. 12,000-ലധികം ആളുകളാണ് അവിടെ താമസിച്ചിരുന്നത്. അവരങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിരുന്നു. അപ്പോൾ ആ വഴി ബ്ലഡി റോഡിനേക്കാൾ കൂടുതലായിട്ട് ഹോളി റോഡായിരുന്നു. കാരണം പള്ളിയിലേക്ക് പോകുന്ന ആളുകൾ
ജപധ്യാന പ്രാർത്ഥനകളും ധ്യാനങ്ങളുമായിട്ട് അതിലൂടെ നടന്നു പോവുകയാണ്. അങ്ങനെ ആളുകൾ പള്ളിയിലേക്ക് പോകുന്ന സമയത്താണ് ഇവിടെ ഒരു മനുഷ്യൻ ആക്രമിക്കപ്പെട്ടത്. അയാൾ മരിച്ചവനെ പോലെ കിടക്കുകയാണ്. എന്നിട്ട് എന്താണ് ആരും സഹായിക്കാതിരുന്നത്? അവർ നിയമങ്ങൾ അത്രക്ക് തെറ്റാതെ സൂക്ഷിക്കുന്നവരായതുകൊണ്ടാണ് അയാളെ സഹായിക്കാതിരുന്നത്. നിങ്ങളതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? കാരണം ഈ പള്ളിയിലേക്ക് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ലേവ്യരുടെ പുസ്തകത്തിലെ വലിയൊരു പ്രമാണമുണ്ട്. മൃതദേഹത്തെ തൊട്ടാൽ പിന്നെ 7 ദിവസത്തേക്ക് അശുദ്ധിയാണ്, പള്ളിയിൽ പോകാൻ പറ്റില്ല. അതുകൊണ്ടായിരിക്കാം എല്ലാം അടുത്ത് ചെന്നിട്ട് മരിച്ചവനെ പോലെ കിടക്കുന്ന ആളെ തൊടാതെ പോയത്. തൊട്ടാൽ പള്ളിയിൽ പോകാൻ പറ്റില്ല. പക്ഷേ തൊട്ടിരുന്നെങ്കിൽ അയാൾ പള്ളിയായിട്ട് മാറുമായിരുന്നു. പള്ളിയായിട്ട് മാറാൻ പലർക്കും പറ്റാത്തത് ഇങ്ങനെ കുറേ നിയമങ്ങളൊക്കെ പറഞ്ഞ് ഹൃദയത്തെ നമ്മൾ ശിലാഹൃദയമാക്കി മാറ്റുന്നതുകൊണ്ടാണ്. ഇവിടെ അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇനി ചില ഫരിസേയരൊക്കെ അതിലൂടെ കടന്നുപോയി എന്ന് കർത്താവ് പറയുന്നുണ്ട്. അവരുടെ വസ്ത്രത്തിൻ്റെ വിളുമ്പുകളിൽ എഴുതി വച്ചിരിക്കുന്ന വചനമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വചനം എന്താണ്? നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം. അപ്പോൾ കുനിയുമ്പോൾ അവരുടെ വസ്ത്രത്തിൻ്റെ വിളുമ്പുകളിൽ പോലെ എഴുതി വച്ചിരിക്കുന്നവർക്ക് വായിക്കാം. പക്ഷെ അത് വായിച്ചെടുക്കുന്നവർക്ക് പറ്റുന്നില്ല. അവരവിടെ മനുഷ്യനെ കണ്ടെത്തുന്നില്ല, സഹോദരനെ കണ്ടെത്തുന്നില്ല. ഞാനാണോ കാവൽക്കാരൻ? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ നാട്ടിൽ എത്ര പേരാണ് വഴിയോരത്തൊക്കെ കിടന്ന് മരിക്കുക? ഒരു ആക്സിഡൻറ്റ് പെട്ട് കഴിയുമ്പോൾ നമ്മൾ മൊബൈലായിട്ട് ചെയ്യുന്നതൊക്കെയാണ്. ആ രംഗം ചൂട് ആറുന്നതിന് മുമ്പ് തന്നെ ഒപ്പിയെടുക്കണം. എന്തൊരു ക്രൂരതയാണ് നമ്മൾ ഇന്ന് ആലോചിച്ചിട്ടുണ്ടോ നിങ്ങളെപ്പോഴെങ്കിലും? അതായത് നമ്മളെപ്പോഴും കാഴ്ചക്കാരാണ്. നമുക്ക് കാഴ്ചകളിൽ അഭിരമിക്കാനും ഇഷ്ടം. നമുക്ക് മറ്റുള്ളവരുടെ ഹൃദയമിടിപ്പ് മനസ്സിലാക്കാനുള്ള കഴിവുമില്ല, സ്നേഹവുമില്ല. അപ്പോൾ ഈ മൊബൈലൊക്കെ മാറ്റി വെച്ചുകൊണ്ട് അവരെ തേടി ചെല്ലുക. ഇനി നമ്മൾക്കൊരു ചിന്തയുണ്ട്, അപകടത്തിൽപ്പെട്ട ഒരാളെ സഹായിക്കുകയാണെങ്കിൽ അത് വല്ലാത്തൊരു പൊല്ലാപ്പായി മാറില്ലേ? നിയമക്കുടുക്കുകളും കുരുക്കുകളൊക്കെ വരില്ലേ? ഗുഡ് സമാരിറ്റൻ ലോ എന്നൊരു നിയമം തന്നെയുണ്ട്. നിങ്ങളങ്ങനെ ചെയ്യുകയാണെങ്കിൽ, അവരോടൊപ്പം നിൽക്കുകയാണെങ്കിൽ നിങ്ങളെ പരിരക്ഷിക്കുവാനുള്ള നിയമങ്ങളാണ് ഗുഡ് സമാരിറ്റൻ ലോസ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ചോദ്യം ഇനിയും ചോദിക്കരുത്, ഞാൻ അവൻ്റെ കാവൽക്കാരനാണോ എന്ന്. നമ്മൾ കാവൽക്കാരാണ്. ഞാൻ നിങ്ങളുടെ കാവൽക്കാരനാണ്, നിങ്ങൾ എൻ്റെ കാവൽക്കാരാണ്. ഈ ഒരു ബോധ്യം നമ്മളിൽ ശക്തമായിട്ട് വരണം. രണ്ടാമത്തെ ചോദ്യം, ആ ചോദ്യം അത്രയ്ക്ക് ക്രൂരമാണോ എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കും. ആ ചോദ്യം പത്രോസ് ചോദിച്ച ചോദ്യമാണ്. ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്ത് കിട്ടും? അത്രയ്ക്ക് ക്രൂരമായ ചോദ്യമാണോ നിങ്ങൾ ചോദിക്കും. പക്ഷെ അത് ക്രൂരമായ ചോദ്യമാണ്. എന്തുകൊണ്ടാണെന്നറിയോ? ഇത് ചോദിക്കുന്ന ശിഷ്യന്മാർ അവസാനം നിൻ്റെ വാക്കുകൾ ദുർഗ്രഹമാണെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിന് വിട്ടുപോകുന്നുണ്ട്. സാത്താനെ എന്ന് കർത്താവ് ശിമോൻ പത്രോസിനെ വിളിക്കാൻ കാരണം എന്താണ്? ഈ സാത്താൻ എന്ന പദത്തിൻ്റെ അർത്ഥം പ്രതിയോഗി, എതിർവാദക്കാരൻ, എതിർവഴിക്കാരൻ എന്നാണ്. അപ്പോൾ കർത്താവ് പറയുന്നത് സ്വയം സമർപ്പണത്തിൻ്റെ, സ്വയം ശൂന്യവൽക്കരണത്തിൻ്റെ വഴിയിൽ നടക്കാനാണ്. നേരെ എതിർവഴി നടക്കണമെന്നാണ് പത്രോസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പത്രോസ് ആദ്യകാലത്ത് അത്രേ അറിയാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് സാത്താനെ നീ ദൂരെ പോകുക എന്ന് കർത്താവ് സെയിൻറ്റ് പീറ്ററിനോട് പറയുക. എൻ്റെ അർത്ഥം എന്താണ്? ഈ എതിർവഴിയിലേക്ക് നടക്കണ്ട. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഈ പ്രകാശത്തിൽ നിങ്ങൾ നടക്കുകയാണെങ്കിൽ ഇരുട്ട് മുഴുവൻ നിങ്ങൾ വേണ്ടെന്ന് വെക്കണം. നിങ്ങൾക്ക് എന്ത് കിട്ടി എന്ന ചോദ്യത്തിന് അർത്ഥമില്ല. നിങ്ങളെല്ലാം നഷ്ടപ്പെടുത്താൻ വേണ്ടിയാണ് എന്നെ അനുഗമിക്കുന്നത്. അപ്പോൾ എനിക്കെന്ത് കിട്ടി, എനിക്കെന്ത് കിട്ടി, എനിക്കെന്ത് കിട്ടി? ആ ചോദ്യമാണ് ഏറ്റവും സെൽഫിഷ് ചോദ്യം. അതുകൊണ്ട് തന്നെ ക്രൂരതയുടെ ഒരു ചോദ്യമായിട്ട് മാറുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് കണ്ണോടിക്കുക. ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കണ്ണോടിക്കാം. നമ്മൾ ദൈവത്തെ അനുഗമിക്കുന്ന പോലും എന്തൊക്കെയോ നേടാൻ വേണ്ടിയല്ലേ? കുറേ നേട്ടങ്ങളുടെയും കുറേ സ്വപ്നങ്ങളുടെയും പട്ടികയായിട്ട് വന്നിരിക്കുകയാണ്. എന്നിട്ട് ടിക്കറ്റ് കൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്നലെ പ്രാർത്ഥിച്ചപ്പോൾ കിട്ടി, ഇത് ഇന്ന് പ്രാർത്ഥിച്ചപ്പോൾ കിട്ടി, നാളെ ഇത് വേണം. അതായത് നമ്മളുടെ ആഗ്രഹങ്ങൾക്ക് മുഴുവൻ യെസ് പറയുന്ന ഏതൊരു മനുഷ്യനായിട്ടാണ് ദൈവത്തെ നമ്മൾ കാണുന്നത്. എന്നിട്ട് നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ വഴിപാടുകൾ ഇതെല്ലാം കൈക്കൂലി പോലെയാക്കി നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങേയറ്റം സെൽഫിഷായിട്ടുള്ള ഏതോ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ മുമ്പിൽ ചെന്ന് നിന്ന് താണു വണങ്ങി അയാൾക്ക് കൈക്കൂലി കൊടുത്ത് ഉദ്ദിഷ്ട കാര്യസാധ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെപ്പോലെ നമ്മൾ മാറിയിട്ടുണ്ട്. അതൊരു വല്ലാത്ത അവസ്ഥയല്ലേ? കർത്താവിനെ പിന്തുടർന്നു കഴിഞ്ഞാൽ എനിക്കെന്ത് കിട്ടും എന്ന ചോദ്യം സത്യത്തിൽ ക്രൂരമായൊരു ചോദ്യം തന്നെയാണ്. ഒന്നും നേടാനല്ല, നഷ്ടപ്പെടുത്താനാണ് ദൈവവഴിയിൽ ഞാൻ വരുന്നത്, ദൈവവിളിക്ക് ഞാൻ കാതുറക്കുന്നത് എന്നൊരു ഉണർവ്, അന്നൊരു ഉണർവിൻ്റെ ചിന്ത എന്ന് നമുക്കുണ്ടാവും. ഡോസ്റ്റോവസ്കിയുടെ ദ ബ്രദേഴ്സ് കാരമസോവിലെ സുന്ദരമായ രംഗമുണ്ടല്ലോ. കർത്താവ് വേഷപ്രച്ഛന്നനായി പ്രത്യക്ഷപ്പെടുമ്പോൾ
ഒരുപാട് പേരെ പാഷണ്ഡതയുടെ പേരിൽ കൊന്ന ഗ്രാൻഡ് ഇൻക്വിസിറ്റർ കർത്താവിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുന്നു. എന്നിട്ട് ഇയാൾ കർത്താവിനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, വൈ ഡു യു ഗെറ്റ് ഇൻ അവർ വേ, വൈ ഡു യു ട്രബിൾ അവർ കോൺഷ്യൻസ്? എന്തിനാണ് ഞങ്ങളുടെ വഴിയിൽ വരുന്നത്? എന്തിനാണ് ഞങ്ങളുടെ മനസാക്ഷി അസ്വസ്ഥമാക്കുന്നത്? ഇയാളോട് കടന്നു പോകുക എന്നാണ് ഈ ഗ്രാൻഡ് ഇൻക്വിസിറ്റർ പറയുക. കർത്താവ് ഒന്നും മിണ്ടാതെ ആ വിളറിയ മുഖത്ത് ഉമ്മ വെച്ചുകൊണ്ട് കടന്നു പോവുകയാണ്. അപ്പോൾ നമ്മൾ കർത്താവിനോട് പറഞ്ഞ ഇത് തന്നെയാണ്, എന്തിനാണ് ഞങ്ങളുടെ വഴിയിലേക്ക് വന്നത്? എന്തിനാണ് ഞങ്ങളുടെ മനസാക്ഷിയെ അസ്വസ്ഥമാക്കുന്നത്? ഇനി ഇങ്ങനെ വന്ന് ഞങ്ങളെ ശല്യപ്പെടുത്താതിരിക്കുക. അപ്പോൾ ശല്യപ്പെടുത്തുന്ന കർത്താവിനെ, സ്വസ്ഥത കളയുന്ന കർത്താവിനെയല്ല നമുക്ക് വേണ്ടത്. നമുക്ക് ആവശ്യമുള്ള തന്നുകൊണ്ടിരിക്കുന്ന സ്വസ്ഥതയിൽ നിന്നും സ്വസ്ഥതയിലേക്ക്, ദാരിദ്ര്യത്തിൽ നിന്ന് അതിസമ്പന്നതയിലേക്ക് നമ്മൾ നയിക്കുന്നൊരു കർത്താവിനെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് കർത്താവിനെ വേണ്ട. നമ്മൾ പറയും, കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാതെ രൂപക്കൂടിനകത്ത് ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞങ്ങൾക്ക് വേണ്ടത്. അല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ട് ഞങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരാളെയല്ല. അപ്പോൾ ഈ ചോദ്യം നമ്മളും ചോദിക്കുന്നുണ്ട്, നിങ്ങളും ചോദിക്കുന്നില്ലേ എന്ന് സ്വയം ചോദിക്കുക. അടുത്ത ക്രൂവലസ്റ്റായിട്ടുള്ള ഒരു ചോദ്യം, അവനെ ഒറ്റിക്കൊടുത്താൽ എനിക്ക് നിങ്ങളെന്ത് തരും? യൂദാസിൻ്റെ ചോദ്യമാണത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ചോദ്യം പലതരത്തിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത്, അവനെ ഒറ്റിക്കൊടുത്തു കഴിഞ്ഞാൽ എനിക്കെന്ത് നിങ്ങൾ തരും? ഈ മതത്തിൻ്റെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റിക്കൊടുക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. ഒറ്റിക്കൊടുക്കുക എന്ന് പറയുന്നത്, ഞാൻ പ്രസംഗിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എൻ്റെ ജീവിതമെങ്കിൽ ഞാൻ കർത്താവിനെ ഒറ്റിക്കൊടുക്കുകയാണ്. ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഈ വെള്ളയടിച്ച കുഴിമാടം പോലെ ഇരുന്ന് പ്രസംഗിച്ചതിന് ശേഷം അകത്തെൻ്റെ ജീർണത മുഴുവൻ പുണർന്ന് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞാൻ കർത്താവിനെ ഒറ്റിക്കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങേറ്റത് ക്രൂരമായിട്ടുള്ളൊരു ചോദ്യമാണ്. അവനെ ഒറ്റി തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എനിക്കെന്ത് തരും? കിട്ടിയത് 30 വെള്ളിക്കാശാണ്, 30 ഷെക്കൽ. 30 ഷെക്കൽ എന്ന് പറയുമ്പോൾ ഒരു 120 ദിവസത്തെ വേതനം മാത്രമാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത്രയ്ക്ക് സ്നേഹിക്കപ്പെടേണ്ട ഗുരുവിന് കൊടുക്കുന്ന വില അത്രേ ഉള്ളൂ. വളരെ നിസ്സാരമായൊരു തുകയാണ്. അല്ലെങ്കിൽ പഴയ നിയമം പറയുന്നതനുസരിച്ച് ഒരു അടിമയുടെ വിലയാണത്. അപ്പോൾ ഗുരുവിന് അത്രയും സ്ഥാനമേ ഇയാൾ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് അയാൾ ആ പണം ദേവാലയ ഭണ്ഡാരത്തിന് മുമ്പിൽ ചിതറിയിട്ട് പോയി. അത് ശേഖരിച്ചുകൊണ്ട് കുശവൻ്റെ സ്ഥലം വാങ്ങി. ഈ കുശവൻ്റെ സ്ഥലം തന്നെ ഇയാളുടെ മരണത്തിൻ്റെ സ്ഥലമായിട്ട് പതുക്കെ മാറുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തെ വാക്കുകൊണ്ട് പ്രഘോഷിക്കുകയും ജീവിതം കൊണ്ട് എതിർസാക്ഷ്യം നടത്തുകയും ചെയ്യുകയാണെങ്കിൽ ഓരോ ദിവസവും ഒറ്റിക്കൊടുക്കുന്നവരായി നമ്മൾ മാറുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മതത്തിൻ്റെ വഴിയിൽ നടക്കുന്നവർ പണത്തിൻ്റെ വഴിയിൽ കൂടി നടക്കരുത്. പണത്തെയും ദൈവത്തെയും ഒരുമിച്ച് സേവിക്കാൻ ശ്രമിക്കുന്നത് തന്നെ തെറ്റാണ്. ഒന്നുകിൽ ദൈവത്തിന് വേണ്ടി പണത്തിൻ്റെ വഴി വേണ്ടെന്ന് നോക്കണം, അല്ലെങ്കിൽ പണത്തെ സേവിക്കാൻ വേണ്ടി ദൈവത്തെ വേണ്ടെന്ന് നോക്കണം. ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുക എന്ന് പറയുന്നത് സത്യത്തിൽ സത്യവിരുദ്ധമായ കാര്യമാണ്. അതുകൊണ്ട് സ്വയം ചിന്തിച്ച് നോക്കുക. നമ്മളൊക്കെ ദൈവത്തിൻ്റെ പേര് പറയുകയും പണത്തെ മാത്രം ശരിക്കും ആരാധിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടെങ്കിൽ അതൊരു ഒറ്റിക്കൊടുക്കലല്ലേ, കള്ളത്തരല്ലേ? ഈ പൊള്ളുന്ന ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം. ഉത്തരങ്ങൾ സത്യങ്ങളാണ്. ആ സത്യങ്ങൾ നമ്മളെ സ്വതന്ത്രരാക്കും. നല്ല യാത്ര നേരുന്നു.